ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും JSK എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി മുൻപോട്ടിടുന്ന പാഠങ്ങളും മാത്സിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ പാഠങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. അത് ആദ്യം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ എത്തുകയും നിങ്ങൾക്കത് കണ്ട് പഠിക്കുവാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ പാഠമായ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്നൊരു പാഠമാണ്. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നാണ് മലയാളത്തിൽ ആ പാഠത്തിൻ്റെ പേര്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്ന വളരെ ചെറിയ സൂക്ഷ്മജീവികളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല എന്ന്. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ എങ്ങനെയാണ് ഈ സൂക്ഷ്മജീവികളെ പറ്റി പഠിക്കുന്നത്? അതെ, അവർ അതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ പ്രധാന ഭാഗങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. നമുക്ക് ഏറ്റവും താഴെയിൽ നിന്ന് മുകളിലോട്ട് വരാം. ഓരോരോ ഭാഗങ്ങൾ പഠിച്ച് മുകളിലോട്ട് വരാം. ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു പാർട്ടിനെ നമുക്ക് കോൺകേവ് മിറർ എന്നാണ് പറയുന്നത്. ഇത് സൂര്യനിൽ നിന്ന് രശ്മികൾ പ്രതിഫലിക്കും. അതായത് ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് രശ്മികൾ, അതായത് ലൈറ്റിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. മോഡേൺ മൈക്രോസ്കോപ്പ്, ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡേൺ മൈക്രോസ്കോപ്പിൽ അതിന് പകരം ഒരു ലൈറ്റ് ബൾബ് ഉണ്ടാകും. അപ്പോൾ ഈ ലെൻസിന് പകരം, അതായത് ആ സ്ഥാനത്ത് തന്നെ ഒരു ബൾബായിരിക്കും അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സ് ആയിരിക്കും വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കാണുന്നതാണ് ഡയഫ്രം. ഇത് സ്റ്റേജിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ കൺട്രോൾ ചെയ്യും. ഈ കാണുന്നതാണ് സ്റ്റേജ്. ഇവിടെയാണ് നമുക്ക് പരിശോധിക്കേണ്ട വസ്തുക്കൾ വെക്കുന്നത്. പരിശോധിക്കേണ്ട സാമ്പിളുകൾ സാധാരണയായി ഒരു ഗ്ലാസിൻ്റെ മുകളിലാണ് സ്റ്റേജിൽ വെക്കുന്നത്. കാരണം അത് പ്രകാശത്തെ കടത്തിവിട്ട് നമ്മുടെ വസ്തുവിൽ പതിപ്പിച്ച് നമ്മുടെ കാഴ്ച എളുപ്പമാക്കും. അതിന് മുകളിലായിട്ട് കാണുന്നത് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഒബ്ജക്റ്റീവ് ലെൻസസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. 3 സെറ്റ് ലെൻസസ് ആണ് സാധാരണ മൈക്രോസ്കോപ്പിൽ കാണുന്നത്. അതിൽ ഒരെണ്ണം നമ്മുടെ ഇമേജിനെ 10 മടങ്ങായും മറ്റൊരെണ്ണം 45 മടങ്ങായും ഒരെണ്ണം 100 മടങ്ങായും കാണിക്കും. ഒബ്ജക്റ്റീവ് ലെൻസസിനെ ഒരു ബോഡി ട്യൂബുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവും. ബോഡി ട്യൂബിൻ്റെ ഏറ്റവും അവസാനമാണ് ഐ പീസ്. അതിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൻ്റെ ആമിൽ 2 നോബുകൾ ഉണ്ടാവും. ഒരു കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബും ഒരു ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബും. ഇത് നമ്മൾ കാണുന്ന വസ്തുക്കളെ ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ച അടിസ്ഥാന വസ്തുക്കൾ മനസ്സിലാക്കിയല്ലോ. പരിശീലനത്തിലൂടെ മാത്രമേ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നതിൽ കൃത്യത കൈവരിക്കാനാകൂ. നിങ്ങളുടെ സയൻസ് ലാബിൽ ലഭ്യമായ പെർമനന്റ് സ്ലൈഡുകൾ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പ് ക്രമീകരിക്കാൻ പഠിക്കൂ. ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലി 1625 ആദ്യത്തെ മൈക്രോസ്കോപ്പ് നിർമ്മിച്ചതിൻ്റെ ബഹുമതി നേടി. 1665 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ റോബർട്ട് ഹുക്ക് ഒരു നേർത്ത കോർക്കിൻ്റെ കഷ്ണം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ തേനീച്ചക്കൂടിൻ്റെ ചെറിയ അറകൾ പോലെ കണ്ടു. അദ്ദേഹം ഇതിനെ സെൽ എന്ന് വിളിക്കാൻ തുടങ്ങി. സെൽ എന്നാൽ കോശം. മൈക്രോസ്കോപ്പിന് കീഴിൽ ജീവിച്ചിരിക്കുന്ന സെല്ലുകൾ ആദ്യമായി കണ്ട വ്യക്തി ആൻഡേൺ വാൻ ലിൻഹോക്ക് ആയിരുന്നു. 1670 ലിൻഹോക്ക് മൈക്രോസ്കോപ്പ് ലെൻസുകളുടെ ഗുണനിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്തി. ഒരു തുള്ളി കുളത്തിലെ വെള്ളത്തിൽ വസിക്കുന്ന ഒറ്റസെൽ ജീവികളെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അറിയപ്പെടുന്ന എല്ലാ ജീവികളുടെയും അടിസ്ഥാന ഘടനാപരവും പ്രവർത്തനപരവും ജീവശാസ്ത്രപരവുമായ യൂണിറ്റാണ് സെൽ. ഒരു സെൽ ജീവിതത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ്. സെല്ലുകളെ പലപ്പോഴും ജീവിതത്തിൻ്റെ നിർമ്മാണ ബ്ലോക്കുകൾ എന്ന് വിളിക്കുന്നു. കോശങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ സെൽ ബയോളജി, സെല്ലുലാർ ബയോളജി അല്ലെങ്കിൽ സൈറ്റോളജി എന്ന് വിളിക്കുന്നു. കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കോശവിജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ബയോളജി. സെൽ ബയോളജിയുടെ ഹിസ്റ്ററി നമുക്ക് നോക്കാം. അതിൻ്റെ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. 1831 റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി. അതിനെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. 1838 MJ സ്ലീഡൻ എന്ന ശാസ്ത്രജ്ഞൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അതിനുശേഷം 1839, അതായത് തൊട്ടടുത്ത വർഷം തന്നെ, തിയോഡർ ഷ്വാൻ എന്ന ശാസ്ത്രജ്ഞൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1858 ആയപ്പോഴത്തേക്കും റുഡോൾഫ് വിർഷോ എന്ന ശാസ്ത്രജ്ഞൻ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നതെന്ന് നിഗമനം രൂപീകരിച്ചു. വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം, അല്ലെങ്കിൽ സെൽ തിയറി എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. 2 മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വച്ചത്. ഒന്ന്, എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവശരീരം എന്ന് വെച്ചാൽ എന്താ? ആകാശത്തിന് കീഴിൽ ജീവനുള്ള സകല വസ്തുക്കളും. ഇപ്പോൾ സസ്യങ്ങളായാലും ജന്തുക്കളായാലും അതിൻ്റെ എല്ലാം ശരീരം കോശം കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. 2, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. മനസ്സിലായാലും ഏത് ജീവികളുടെ ആയാലും
ഒന്നിൻ്റെ തന്നെയാണ് ഇച്ചിരി കൂടെ എലാബറേറ്റ് ചെയ്ത് പറയുന്നുള്ളൂ. ഏത് ജീവികളുടെ ആയാലും അതിൻ്റെ ഘടന, നമുക്കിപ്പോൾ മനുഷ്യൻ്റെ ഘടന പോലല്ല മൃഗങ്ങളുടെ ഘടന അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഘടന. അപ്പം ഓരോന്നിൻ്റെയും ഘടനാപരമായിട്ടുള്ള അതിൻ്റെ ബോഡി സ്ട്രക്ചർ, അതിൻ്റെയും ജീവധർമ്മ, അപ്പം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ള വസ്തുക്കൾ, അതായത് നമുക്കറിയാം ഹേർട്ട്, ലിവർ, അതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്നാണ് അവർ തെളിയിച്ചത്. അതാണ് അതിനകത്ത് പറയുന്നത്. ഇതാണ് ഒരു ജന്തുകോശത്തിൻ്റെയും സസ്യകോശത്തിൻ്റെയും പൊതുവായിട്ടുള്ള ഘടന, അതായത് പ്ലാന്റ് സെൽസും ആനിമൽ സെൽസിൻ്റെയും സ്ട്രക്ചർ. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ ഇതിന് മുമ്പ് കൂടുതലായിട്ട് പഠിക്കാം. എന്തൊക്കെ ജീവധർമ്മങ്ങളാണ് കോശങ്ങൾ നിർവഹിക്കുന്നത്? ഇതിൽ കുറച്ച് ഒരു 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വന്തമാക്കുന്നു, ജൈവതന്മാത്രകൾ നിർമ്മിക്കുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്കവണ്ണം സങ്കീർണമാണ് കോശത്തിൻ്റെ ഘടന. ഓരോ ജീവധർമ്മവും നിറവേറ്റുന്നതിനായി കോശത്തിനുള്ളിൽ പ്രത്യേക ഭാഗങ്ങളുണ്ട്. സസ്യകോശത്തിനുള്ളിലെ വിവിധ ഭാഗങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഓരോ കോശത്തിൻ്റെ ഉള്ളിലും കുറേ കോശാംഗമുണ്ട്, അല്ലെങ്കിൽ ഓർഗനൽസ് ഉണ്ട്. ഈ ഓർഗനൽസ് ജെല്ലിയിലേക്ക് ഒരു ഫ്ലൂയിഡിൻ്റെ അകത്താണ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുകയാണ്, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിക്വിഡിനെ, ആ ദ്രാവകത്തിനെ നമുക്ക് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയാം. ഈ ലൈറ്റ് ഗ്രീൻ ഒരു ലെയർ കണ്ടോ, ഇതിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ സെൽ മെംബ്രെയിൻ സെല്ലിൻ്റെ ഉള്ളിലുള്ള സൈറ്റോപ്ലാസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. വെളിയിലത്തെ എൻവയോൺമെൻറ്റുമായിട്ട് അത് ഒഴുകി പോവാതിരിക്കാനും ഒക്കെ ആയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സൈറ്റോപ്ലാസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് സെൽ മെംബ്രെയിൻ. സസ്യകോശത്തിന് സെൽ മെംബ്രെയിൻ്റെ പുറത്തായിട്ട് സെൽ വോൾ എന്നൊരു പ്രൊട്ടക്റ്റീവ് ലെയർ കൂടി ഉണ്ടാകും. ഈ സെൽ വോളും സെൽ മെംബ്രെയിനും കൂടാണ് ഈ നമ്മുടെ ഓർഗനലിനെ എല്ലാം ഹോൾഡ് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒരു സെല്ലിനുള്ളിലെ ലിറ്റിൽ ബോഡീസിനെയാണ് നമ്മൾ ഓർഗനൽ എന്ന് പറയുന്നത്, കോശാംഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ ഓർഗനലും ഓരോ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഓർഗനലിനെ എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു സിറ്റി ആയിട്ട്, ഒരു പട്ടണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഫുഡ് ഫാക്ടറി, ഒരു പവർ ഹൗസ്, പോസ്റ്റ് ഓഫീസസ്. നമുക്ക് ന്യൂക്ലിയസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സെല്ലിൻ്റെ കമാൻഡ് സെൻറ്റർ ആണ്. ഒരു സെല്ലിനുള്ളിലെ ജനറ്റിക് പ്രോസസ്സ് ഒക്കെ നടക്കുന്നത് ഈ ന്യൂക്ലിയസിൻ്റെ അകത്താണ്. ന്യൂക്ലിയസിനുള്ളിലെ ചെറിയ ഈ ഭാഗത്തിനെയാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്ന ഈ സഞ്ചാരപാത കണ്ടോ, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. ഈ ചെറിയ മഞ്ഞ കളറിൻ്റെ ഇത് കണ്ടോ, ഇതാണ് റൈബോസോംസ്, കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. ക്ലോറോപ്ലാസ്റ്റ്, ഈ പച്ച കളറിൽ കാണുന്ന ക്ലോറോപ്ലാസ്റ്റ്, ഇതാണ് ഒരു സെല്ലിൻ്റെ ഫുഡ് ഫാക്ടറി എന്ന് അറിയപ്പെടുന്നത്. അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചാണ്. ജന്തുകോശത്തിൽ ക്ലോറോപ്ലാസ്റ്റ് കാണാറില്ല. ഈ വലിയ നീല കളറിൽ കാണുന്ന ബബിളാണ് വാക്യൂൾ എന്ന് പറയുന്നത്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്തിൽ അവ രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. നമുക്കിതിനെ വാട്ടർ ടാങ്കോ സ്റ്റോറേജോ ആയിട്ടൊക്കെ പറയാം. ഈ ഒരു ഭാഗമാണ് മൈറ്റോകോൺട്രിയം, കോശത്തിലെ ഊർജ്ജ നിലയം. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജ്ജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോർ, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. ജന്തുകോശത്തിലും സസ്യകോശത്തിലും കാണപ്പെടുന്ന ഒരു ഭാഗമാണ് മൈറ്റോകോൺട്രിയം. അവസാനമായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് സെല്ലിൻ്റെ പോസ്റ്റ് ഓഫീസിലാണ്, അതായത് ഗോൾജി കോംപ്ലക്സ് അല്ലെങ്കിൽ അപ്പാരറ്റസ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തര സഞ്ചികളാക്കുന്നു. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. ഇത് പ്രോട്ടീനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കമ്പൈൻ ചെയ്യും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് സെല്ലിൻ്റെ ഉള്ളിലേക്കും സെല്ലിൻ്റെ പുറത്തേക്കും അയക്കുന്നു. സസ്യകോശങ്ങൾ എന്താണെന്നും അതിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളും എന്തൊക്കെയാണെന്നും കൂട്ടുകാർക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഒരു കോശത്തിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ന്യൂക്ലിയസ് ഒന്ന് നല്ലതുപോലെ പഠിക്കാം. കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ മർമ്മം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം. ഇനി നമുക്ക് ഒരു സെല്ലിലെ ന്യൂക്ലിയസിനുള്ളിലേക്ക് പോകാം. ആദ്യമായി ഈ കാണുന്നതാണ് ക്രോമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രോമാറ്റിൻ റെറ്റിക്കുലം. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു, ജീനുകളെ ഉൾക്കൊള്ളുന്നു. അടുത്തതായി ഇതാണ് മർമ്മസ്തരം.
അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലം. ഈ സെൻട്രലായിട്ട് കാണുന്നതാണ് ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ സുഷിരങ്ങൾ പോലെ കാണുന്നതാണ് ന്യൂക്ലിയർ പോർ അല്ലെങ്കിൽ മർമ്മരന്ധ്രം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. പൊതുവായി നമുക്ക് 2 തരത്തിലുള്ള കോശങ്ങളാണ് കാണപ്പെടുന്നത്. ഒന്ന് യൂകാരിയോട്ടിക് സെല്ലുകൾ. അതിൽ മർമ്മവും ഓർഗാനെൽസും ഉണ്ടാകും. ജന്തുവിലും സസ്യങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന സെല്ലുകളാണ് യൂകാരിയോട്ടിക് സെല്ലുകൾ. രണ്ടാമത്തെ തരം സെല്ലാണ് പ്രോകാരിയോട്ടിക് സെല്ലുകൾ. ഇതിൽ മർമ്മമോ ഓർഗാനെൽസോ ഒന്നും കാണപ്പെടുന്നില്ല. പക്ഷേ ഇതിൽ ജനറ്റിക് മെറ്റീരിയൽസ് ഉണ്ടാകും. ഇത് ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയിൽ കാണപ്പെടുന്നു. ഈ ക്ലാസ് കൂട്ടുകാർക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനൊപ്പം കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ മുൻപോട്ടിടുന്ന ക്ലാസ്സുകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ അതെത്തുകയും നിങ്ങൾക്കത് നോക്കി പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.